ഈ റോക്കിയുടെ ക്യാരക്ടറിനെ വളരെ ഇമോഷണൽ ആയിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുക. നമുക്ക് ഇമോഷണൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. കാരണം റോക്കി ഒരു പോയിന്റിലാണ് മനസ്സിലാക്കുന്നത് ഗ്രേസ് വന്നിരിക്കുന്നത് ഒരു സൂയിസൈഡ് മിഷന് വേണ്ടിയാണ്. കാരണം ഗ്രേസിന് ഈ ടൗസൻഡിയിലേക്ക് എത്താനായിട്ടുള്ള ഫ്യൂവല് മാത്രമേ ഇവന്റെ സ്പേസ് ഷിപ്പിലുള്ളൂ. ഇവന് തിരിച്ച് ഭൂമിയിലേക്ക് പോകാനുള്ള ഫ്യൂവല് ഈ സ്പേസ് ഷിപ്പിലില്ല. അവിടുന്ന് ഈ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് ഭൂമിയിലേക്ക് അയക്കാനുള്ള പ്രോബുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇവന് ഗ്രേസിന് തിരിച്ചു പോകാൻ പറ്റില്ല. ഗ്രേസ് ഒരു സൂയിസൈഡ് മിഷനാണ് വന്നിരിക്കുന്നതെന്ന് റോക്കി അറിയുമ്പോൾ റോക്കിക്ക് അതൊരു ഇമോഷണലി ഡൗൺ ആവുന്നൊരു സാധനമാണ്. റോക്കി പറയുന്നതെന്ന് പറഞ്ഞാൽ റോക്കിയുടെ കൂടെയുള്ള 22 ആസ്ട്രോനോട്ട്സും മരിക്കുന്നത് റോക്കി കണ്ടു. ഗ്രേസും മരിക്കുന്നത് റോക്കിക്ക് കാണാൻ വയ്യ. അതുകൊണ്ട് റോക്കി എന്താ ചെയ്യുന്നത് വെച്ചാൽ റോക്കിയുടെ സ്പേസ് ഷിപ്പിലുള്ള ഫ്യൂവൽ, അതായത് ഈ ആസ്ട്രോഫേജസിനെ ഇവന് എർത്തിലേക്ക് വരാനായിട്ട് ഗ്രേസിന് കൊടുക്കുകയാണ്. ഈ ഗ്രേസ് വന്നിരിക്കുന്നതും റോക്കി വന്നിരിക്കുന്നതും ഈ ആസ്ട്രോഫേജിനെ ഫ്യൂവലായിട്ട് ഉപയോഗിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ ട്രാവൽ ചെയ്ത് വരാനുള്ള ഫ്യൂവലൊന്നും നമുക്കില്ല. ഭയങ്കര രസമുള്ളൊരു പടം. ഞാൻ ഇനി പറഞ്ഞ സ്പോയിലാകുന്നില്ല കേട്ടോ. അതിൻ്റെ ക്ലൈമാക്സ് നല്ല രസമാണ്. അതായത് വളരെ ഹാപ്പി എൻഡിങ് ആണ്. ഹാപ്പി ആയിട്ട് വരാം. നമ്മളൊരു ഇവർ പിരിഞ്ഞല്ലോ എന്നൊരു വിഷമത്തിൽ വരേണ്ട ആവശ്യമില്ല. വളരെ ഹാപ്പി ആയിട്ട് വരാൻ പറ്റുന്നൊരു പടമാണ്.